എൻ്റെ കൊച്ചിൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് മാത്രമാണ്. പിന്നെ പാസ്പോർട്ട്. പിന്നെ വേറെ എൻ്റെ കയ്യിൽ ഒരു ഡോക്യുമെൻറ്റും ഇല്ല. ഡേറ്റ് കഴിയാത്തതായിട്ടുള്ള ഒരു ഡോക്യുമെൻറ്റും എൻ്റെ കയ്യിലില്ല. അങ്ങനെ ഞാൻ കൊച്ചിൻ എയർപോർട്ടിലെത്തി. ചെക്ക് ഇൻ തുടങ്ങി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഓഫീസർ എന്നോട് പറഞ്ഞു, നീ ഞങ്ങളെ കളിയാക്കാനായിട്ടാണോ നീ ഇങ്ങോട്ട് വന്നത്? കാരണം ഈ ഒരു റെസിപ്റ്റ് വെച്ച് നിനക്ക് പോകാൻ പറ്റത്തില്ല, ഇതിൻ്റെ കാലാവധി കഴിഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ സിറ്റുവേഷൻ ഇതാണ്, കൊച്ചിന് വേണ്ടിയിട്ട് വന്നതാണ്, എനിക്കതുകൊണ്ട് പോകാൻ പറ്റിയില്ല. പിന്നെ എൻ്റെ കയ്യിലുള്ളത് കൊച്ചിൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റാണ്. അപ്പോൾ അവർ എന്നോട് പറഞ്ഞു, ഇതൊന്നും ഞങ്ങളെ കാണിച്ചിട്ട് കാര്യമില്ല, നിനക്ക് പോകാൻ പറ്റത്തില്ല. അപ്പം എൻ്റെ കഴുത്തിൽ കൃപാസനത്തിലെ ഈ ഉടമ്പടി ലോക്കറ്റ് ഉണ്ടായിരുന്നു. ഞാനിത് പിടിച്ച് കൊച്ചി എയർപോർട്ടിൽ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചു, അമ്മേ മാതാവേ, സഞ്ചാര മാതാവേ, ഇസബെല്ലായെ തിരിച്ചു തന്ന അമ്മയ്ക്ക് എന്നെ ഇറ്റലിയിൽ എത്തിക്കാൻ പറ്റും, അപ്പോൾ കൂടത്തിൽ വരണമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അവരെ എന്താണെന്ന് അറിയത്തില്ല, എന്നോട് പറഞ്ഞു, ഓക്കെ നിന്നെ ഞങ്ങൾ ഇവിടുന്ന് കയറ്റി വിടാം, പക്ഷേ നീ ദുബായിൽ നിന്ന് തിരിച്ചു വരാൻ തയ്യാറായിട്ട് നീ പൊക്കോളാൻ പറഞ്ഞു. ഞാൻ ഒന്നും ഗവനിച്ചില്ല. ഞാൻ രണ്ടും കൽപ്പിച്ച് തന്നെ ദുബായിലോട്ട് പറന്നു. അവിടെ ചെന്ന് കഴിഞ്ഞ് ഒരു ദിവസം ഫ്ലൈറ്റ് ഡിലേ ആയിരുന്നു. പിറ്റേ ദിവസം ഞങ്ങൾ ചെക്കിങ്ങിന് കയറി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ദുബായിലെ ഓഫീസേഴ്സല്ലേ, അവർ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവരെ കണ്ടപ്പോൾ തന്നെ എനിക്ക് പേടിയായി. അവർ നോക്കി, ഡോക്യുമെൻ്റ് ഒന്നും നോക്കിയല്ല. അവരെന്നോട് പറഞ്ഞു, റിട്ടേൺ ഇന്ത്യയിലോട്ട് പൊക്കോളാൻ പറഞ്ഞു. ആദ്യത്തെ ഓഫീസർ പറഞ്ഞു. രണ്ടാമത്തെ വേറൊരു ഓഫീസറിനോട് ആദ്യത്തെ ഓഫീസർ പറഞ്ഞു, ഇത് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. രണ്ടാമത്തെ ഓഫീസറും പറഞ്ഞു, നിനക്ക് റിട്ടേണേ പറ്റത്തുള്ളൂ, നീ തിരിച്ചു പൊക്കോളാൻ പറഞ്ഞു. പിന്നെ മൂന്നാമത്തെ ഒരു ഓഫീസർ വന്നു. അപ്പോൾ ആ ഓഫീസർ പറഞ്ഞു, ഒരു നിമിഷം നീ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ ലോക്കറ്റ് പിടിച്ച് ഞാൻ ആ ദുബായ് എയർപോർട്ടിൽ നിന്ന് ഞാൻ കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ആ ഓഫീസർ എനിക്ക് നേരെ ഓപ്പോസിറ്റ് നടന്ന് എൻ്റെ ഈ റിജക്റ്റ് ചെയ്ത ഈ ഡോക്യുമെൻറ്റുമായിട്ടാണ് പോകുന്നത്. അപ്പം ഞാൻ ഒത്തിരി സാക്ഷ്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. എക്സാമിന് വരുന്നത് മാതാവായിരിക്കണം, അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ചെയ്യുന്നത് മാതാവായിരിക്കണം എന്നൊക്കെ ഞാൻ ഒത്തിരി കേട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിലോട്ട് വന്നു, മാതാവേ, ആ ഓഫീസർ ആരോടാണ് പോയി ചോദിക്കുന്നത്, അത് മാതാവായിരിക്കണം. എന്നിട്ട് എനിക്ക് ഇറ്റലിക്ക് തിരിച്ചു പോകാനുള്ള പെർമിഷൻ അമ്മ തരണമെന്ന് പറഞ്ഞു. പക്ഷേ ദേശത്ത് പോയ ഓഫീസർ തിരിച്ച് ഒരു പുഞ്ചിരിയോടുകൂടിയാണ് വന്നത്. ഞാൻ മാതാവിനെ മുറുക്കെ പിടിച്ച് പ്രാർത്ഥിച്ചു. അന്നേരം ആ ഓഫീസർ എന്നോട് പറഞ്ഞത്, നിന്നെ ഏത് പേപ്പറാണോ റിജക്റ്റ് ചെയ്തത് ആ പേപ്പറാണ് നിന്നെ സേഫാക്കിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ദുബായിൽ നിന്ന് ഇറ്റലിയിലോട്ട് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അടുത്ത ടെൻഷൻ, ഇനി ഇറ്റലിയിൽ ചെന്ന് കഴിയുമ്പോൾ എൻ്റെ വിസ ചോദിക്കുമോ? അപ്പം ഇറ്റലിയിലെ എല്ലാ ചെക്കിങ് എല്ലാം കഴിഞ്ഞത്തേനും അവർ എന്നോട് പാസ്പോർട്ട് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. പിന്നെ ഞാൻ ഇറ്റലിയിൽ ചെന്നു. അവിടെ ജോലിക്ക് 3-ാം ദിവസം തൊട്ട് കയറി. പിന്നെ 1.5 വർഷക്കാലം കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്തു. ഇത് എനിക്ക് മാതാവ് തന്ന വലിയൊരു അത്ഭുതമാണ്. കാര്യം ഇത് കേൾക്കുമ്പോൾ വലിയ അത്ഭുതമായിട്ട് തോന്നത്തില്ലെങ്കിലും വിസ ഇല്ലാതെ, അല്ലെങ്കിൽ വിസയ്ക്ക് പകരം തരുന്നൊരു റെസിപ്റ്റ്, അത് ഡേറ്റ് കഴിഞ്ഞിട്ട് ഒരു വ്യക്തിക്ക് വിദേശ രാജ്യത്തോട്ട് കയറാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ മാതാവ് എൻ്റെ ജീവിതത്തിൽ നൽകിയ അനുഗ്രഹത്തെ ഓർത്ത് ഞാൻ മാതാവിന് ഈ നിമിഷം കോടാനുകോടി നന്ദി പറയുന്നു. അതൊന്നാം സാക്ഷ്യം.